ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ അമ്മയും കൂടിയിട്ട് ഗുരുവായൂർക്ക് പോകണം. അവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് വേറെ എവിടേക്കല്ല, ബാങ്കിലേക്കായിരുന്നു. ബാങ്കിൽ പോയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവിടെയും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് മുകളിലാണ് ഈ ബാങ്ക് ഇരിക്കുന്നത്. അവിടേക്ക് കയറാൻ തന്നെ കുറച്ചധികം സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം മുകളിലെത്താൻ. അങ്ങനെ അവിടെയൊക്കെ കയറി ആവശ്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് ഞങ്ങൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ നമുക്ക് അമ്പലത്തേക്ക് പോകണമായിരുന്നു. അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടൈമൊക്കെ നോക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് ബാങ്ക് അടച്ചില്ല, അല്ലെങ്കിൽ ഇപ്പോൾ 4 മണി വരെ അല്ലേ ഉള്ളൂ ബാങ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഞങ്ങൾ ചാടിപ്പറഞ്ഞ് വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നേരെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വൈശാഖ മാസത്തിൽ തൊഴുതിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനമായിട്ടുണ്ടല്ലോ വൈശാഖം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് തൊഴണം എന്നിങ്ങനെ വിചാരിക്കായിരുന്നു. അത് കഴിഞ്ഞ പിറ്റേ ദിവസം എൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാ അമ്പലത്തിലൊക്കെ ഒന്ന് വന്ന് തൊഴുതിട്ട് പോകാൻ. എന്തായാലും പിറന്നാളിൻ്റെ അന്നൊന്നും എനിക്ക് നേരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം ഞാൻ എന്തായാലും അമ്പലത്തിലൊക്കെ പോകാമെന്ന് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ തൊഴിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛമ്മേനെയും അതേപോലെ കുഞ്ഞച്ഛനെയൊക്കെ കണ്ടു. കുഞ്ഞച്ഛനെയും കൂടിയിട്ട് ഞങ്ങൾ എന്തെഴുതു മമ്മിയൂർ പോയി. മമ്മിയൂർ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെരുപ്പൊക്കെ എടുത്ത് പിന്നിക്കൂടെ വരുമ്പോഴാണ് അച്ഛമ്മേനെയും കുഞ്ഞച്ഛനെയൊക്കെ കണ്ടത് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി മമ്മിയൂരൊക്കെ പോയി തൊഴാൻ വേണ്ടി നിന്നു. പിന്നെ അവിടെ പ്രസാദം എന്താ പറയുക ഷീറ്റാക്കിക്കൊണ്ടിരിക്കുക എന്തൊക്കെയോ. അപ്പോൾ അതുവരെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പോസ്റ്റ് അടിച്ചു. പിന്നെ വേഗം തൊഴുത് ചുറ്റിയപ്പോൾ അമ്പലത്തിൻ്റെ കുറേ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ മുന്നേ ഇതൊക്കെ പൊളിച്ചിരിക്കുന്ന സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം കെട്ടി പൊന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും അച്ചമ്മയ്ക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ നേരെ ഗുരുവായൂർക്ക് ഓട്ടോ വിളിച്ചിട്ടാട്ടോ ഞങ്ങൾ മമ്മിയൂരിൽ നിന്ന് വരുന്നത്. പിന്നെന്താ വേഗം അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് കട്ട്ലേറ്റും അതേപോലെ മസാല ദോശയൊക്കെ കുഞ്ഞച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കട്ട്ലേറ്റ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവർ മസാല ദോശ കഴിക്കുമ്പോഴേക്കും എൻ്റെ കട്ട്ലേറ്റ് തീർന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഇവരെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടോ വിചാരിച്ചിട്ട് ഞാനൊരു മസാല ദോശ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നല്ല മഴയും ഒക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വിളിക്കുന്നത് നിങ്ങളെന്താ വരാത്ത, നല്ല അവിടെയൊക്കെ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.